My dear students. Yes. Good morning. Good morning, Miss. How are you? Good morning, Miss. Good morning, Miss. Good morning. How was your exam? Good morning, Miss. Miss, present ഇരിക്കട്ടെ. Present ഇടാം. എങ്ങനെയുണ്ട് എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? All of you present in your chat box. ഭയങ്കര സൗണ്ട് ആണല്ലേ? Okay. അപ്പൊ പ്രസന്റ് ചെയ്യാം. എക്സാം ഒക്കെ എല്ലാരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ ഷീറ്റ് കുറെയൊക്കെ നോക്കിയിട്ടുണ്ട്. നല്ല കുട്ടികളായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മിടുക്കരാട്ടോ. ഇപ്പം ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം? അത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തോണ്ടാ. എക്സാമിന്റെ സമയത്ത് മാത്രം അറ്റൻഡ് ചെയ്താലേ നമുക്ക് മാർക്കൊന്നും കിട്ടില്ല അല്ലെ? എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ യൂട്യൂബ് നോക്കിയിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യാ. ഇനി അങ്ങോട്ട് ഹോംവർക്ക് ചെയ്യണം. അതുപോലെ അക്ഷരദീപത്തിലെ ഹോംവർക്ക് ചോദിച്ചപ്പോ പലരും എഴുതിയിട്ടില്ല. ഇപ്പോഴും ഉണ്ടല്ലേ അക്ഷരദീപം വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ട് ഇവിടെ ക്ലാസ്സിൽ. അപ്പൊ ഇനി അങ്ങനെ പാടില്ല. ഫെബ്രുവരി ആകുമ്പോഴേക്ക് നമ്മുടെ അക്ഷരദീപം കംപ്ലീറ്റ് ആവണം. ഒന്നിച്ചെഴുതേണ്ട ഹിന്ദി ഉള്ള ദിവസം നിങ്ങൾ അക്ഷരദീപം എഴുതിയിട്ടുണ്ടാവണം. ചിലപ്പോ ക്ലാസ്സിന്റെ സമയത്ത് മിസ് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ? പക്ഷെ നിങ്ങൾ ഹിന്ദി ഉള്ള ദിവസം എഴുതണം. ഒരു ഹാഫ് പേജെങ്കിലും എഴുതണം കേട്ടോ. ഓക്കെ, ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യാ. പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കാം. അപ്പൊ അത് തീർന്നോളും. ഇനി അമ്മയുടെ ഹെൽപ്പ് വേണമെന്നൊന്നുമില്ല. ക്ലാസ്സിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, then take your text and pencil. Text book and pencil. Miss, ഞാൻ എന്റെ നോട്ട്ബുക്ക് കാണുന്നില്ല. എവിടെ പോയി നോട്ട്ബുക്ക്? ബാംഗ്ലൂരിൽ എടുക്കാൻ മറന്നു പോയോന്ന് ഡൗട്ട് ഉണ്ട്. അത് ശരി. ഈശാൻ ഇപ്പൊ നാട്ടിൽ തിരിച്ചെത്തിയല്ലേ? ഓക്കെ, സുഖായോ? ടെക്സ്റ്റ് ബുക്ക് അൺമ്യൂട്ട് ആയിരിക്കുന്നത്. ഭയങ്കര സൗണ്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും നാളും പഠിച്ചതൊക്കെ നമ്മള് എക്സാം എഴുതി. ഇപ്പൊ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് കാണുമ്പോ അറിയാം അല്ലെ? എന്നാലും അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് നോക്കിയത്രേ. അക്ഷരദീപം എഴുതാത്തതിൽ കുറച്ച് വിഷമമുണ്ട്. അപ്പൊ ഇനി അത് ഒന്നിച്ച് എഴുതാൻ നിൽക്കണ്ട. കുറച്ച് അതായത് ഒന്നിച്ചെഴുതുമ്പോൾ കൈവേദന എടുക്കും അല്ലെ? പിന്നെ നമുക്ക് അതിനോട് മടുപ്പായിരിക്കും. കുറച്ചൊരു 2 വരി എഴുതുക. പിന്നെ പോയി കളിച്ചിട്ടൊക്കെ വന്നിട്ട് എനിക്ക് അക്ഷരദീപം എഴുതാനുണ്ട്, ഒരു 2 വരിയും കൂടി എഴുതുക. അപ്പൊ അങ്ങനെ ഒരു ഹാഫ് പേജ് ഒക്കെ ആവുമ്പോൾ നമുക്ക് തോന്നും ബാക്കി ഹാഫ് പേജ് വെറുതെ കിടക്കും അല്ലെ? അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കിയേക്കാന്ന് വിചാരിച്ചാൽ അതും കൂടി എഴുതുമ്പോൾ ഫുള്ളായി അല്ലേ? അങ്ങനെ നമുക്ക് തീർക്കാം. ഓക്കെ, പ്രിയങ്ക സിറ്റ് പ്രോപ്പർലി. ഇപ്പോൾ നമ്മള് പേജ് നമ്പർ 50 വരെയാണ് സെമസ്റ്റർ എക്സാമിന് ഉണ്ടായിരുന്നത് അല്ലെ? പേജ് നമ്പർ 50 വരെ. ടേക്ക് പേജ് നമ്പർ 51. പേജ് നമ്പർ 51. അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ വേർഡ്സ് പഠിച്ചു. അതിനുശേഷം ഏഞ്ചൽ വെർ ആർ യു ഗോയിങ്? ഓക്കെ, എന്നെ കാണുന്നില്ല. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇലോണുല്ല സന്നഗ്രേസ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. വ്യഞ്ജന്റെ കാക്ക ഗാഖാങ്ങ ചാച്ച ജാച്ചങ്ങ ടാറ്റ ഡാട്ടണ താത്ത ദാത്ത ന വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ ഫ ബ ഫ മ. ഈ ലെറ്റേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അത് ചേർത്തിട്ടുള്ള ഒരു റൈം ഉണ്ട് അല്ലേ? റൈം ഏത് പേജിലാണ്? ഫസ്റ്റ് നമ്മള് ഒന്നുകൂടെ നമ്മൾ ബാക്കോട്ട് പോവാണ്. പേജ് നമ്പർ 34.
പേജ് നമ്പർ 34. പേജ് നമ്പർ 34 എന്താണ്? പാസേ, നമുക്ക് റൈം ആണല്ലേ, വ്യഞ്ജൻ ഗീതാണ്, വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു ചെറിയൊരു ഗീത്. പാസേ പപീത ഫാസേ ഫൽ, ബാസേ ബർത്തൻ ഫാസേ ഭവൻ, മാസേ മച്ചലി മധുവാലി, മിൽക്കർ ബജാവോ താലി. എല്ലാത്തിലും ഉണ്ടല്ലേ മിൽക്കർ ബജാവോ താലി, താളം പിടിക്കാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. ഒന്നുകൂടെ ലിസൺ. പാസേ പപീത ഫാസേ ഫൽ, ബാസേ ബർത്തൻ ഫാസേ ഭവൻ, മാസേ മച്ചലി മധുവാലി, മിൽക്കർ ബജാവോ താലി. മിസ്സിന്റെ കൂടെ ഒന്ന് അവിടുന്ന് പാടാവോ? പാടാൻ അറിയുന്നില്ല മിസ്സിന്, അപ്പൊ നിങ്ങൾ ഒന്ന് അവിടെ വായിച്ചാ മതി. പാസേ പപീത ഫാസേ ഫൽ. Once more. പാസേ പപീത ഫാസേ ഫൽ, ബാസേ ബർത്തൻ ഫാസേ ഭവൻ. അന്നാഗ്രേസ്, ഇലോൺ ഉല്ലോസ് വീഡിയോ ഓൺ ചെയ്യ. മാസേ മച്ചലി മധുവാലി, മിൽക്കർ ബജാവോ താലി. Once more. പാസേ പപീത ഫാസേ ഫൽ, ബാസേ ബർത്തൻ ഫാസേ ഭവൻ, മാസേ മച്ചലി മധുവാലി, മിൽക്കർ ബജാവോ താലി. വെരി ഗുഡ്. ഇപ്പൊ നമ്മള് പപീത്ത എന്ന് പറഞ്ഞ എന്താ? പപീത്ത പപ്പായി ഇല്ലേ, അതാണ് പപീത്ത. ബർത്തൻ എന്ന് പറഞ്ഞാല് യൂട്ടൻസിൽസ്, പാത്രങ്ങള്. നമ്മള് വീണ്ടും മുമ്പോട്ട് വരുവാണ്. പേജ് നമ്പർ 51. പേജ് നമ്പർ 51. All of you listen here. Listen. പാസേ പതങ്ക്. എന്താണ്? പാസേ പതങ്ക്. പതങ്ക് മീൻസ് കൈറ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് പതങ്ക് ഉണ്ടാക്കാൻ അറിയാം? പതങ്ക് ഉണ്ടാക്കാൻ അറിയാം. എന്നിട്ട് അത് പറത്താൻ അറിയോ നിങ്ങൾക്ക്? അതിന്റെ അറ്റത്ത് ചരട് കെട്ടിയിട്ട് നൂല് കെട്ടിയിട്ട് പറത്താൻ അറിയോ? അവീക്കറിയില്ല? നമുക്ക് സമജ്ഞയോട് പറഞ്ഞിട്ട് അതൊന്ന് ശരിയാക്കി എടുക്കണം, ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ സമജ്ഞ. ഓക്കെ. അപ്പൊ അറിയുന്നവര് അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് നമുക്ക് പതങ്ക് ഉണ്ടാക്കുക. മിസ്സിനും അറിയില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് വരണം, ഒന്ന് പഠിക്കാം. സ്കൂള് തുറക്കട്ടെ, നമുക്ക് പഠിക്കാം. അപ്പോ പതങ്ക് ഉണ്ടാക്കിയിട്ട് അതിന്റെ അറ്റത്ത് ചരട് കെട്ടിട്ട് അല്ലെങ്കിൽ നൂല് കെട്ടിട്ട് ഇങ്ങനെ പറത്തണം. നല്ല രസമാണ് കളിക്കാനത്. കാറ്റിന്റെ ആ ഗതിക്കനുസരിച്ച് അതിങ്ങനെ പറന്നു പോകും അല്ലേ, നല്ല രസമാണ്. അപ്പൊ പതങ്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീട്ടില്. അറിയാത്തവരാണെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല രസം. എപ്പോഴും ഇങ്ങനെ പഠിച്ചോണ്ടിരുന്നാ മതിയോ? നമുക്കൊന്ന് കളിക്കുകയൊക്കെ വേണ്ടേ? പാസേ പതങ്ക്. ഇപ്പൊ അവിടെ ലിഖോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അവിടെ ഒരു ഹോംവർക്ക് ഉണ്ട്. പാ എന്ന ലെറ്ററിന്റെ മുകളിലൂടെ നമ്മൾ എഴുതണം പെൻസിലുണ്ട്. ഡോണ്ട് റൈറ്റ് നൗ, ദിസ് ഇസ് ഹോംവർക്ക്. അവിടെ HW എന്ന് എഴുതാം. രണ്ടാമത് നോക്കിയേ, ഫാസേ ഫൽ. അപ്പോ നമ്മുടെ UKG നമ്മളെ ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കാതെ ഫസ്റ്റിലോട്ട് അഡ്മിഷൻ എടുത്തവരുണ്ട് അല്ലെ നമ്മുടെ ക്ലാസ്സിൽ. അപ്പൊ ആ കുട്ടികൾക്ക് ഈസിയാണ്. ഇപ്പൊ ഇങ്ങനെ എന്താണ്, ഇവിടെ പാന്ന് എഴുതുമ്പോ എങ്ങനെയാ പാ എഴുതുക? ഇത് കണ്ടോ, ഇവിടെ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. 1 2 3 4 5 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാ അത്? എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ. അപ്പൊ ഇതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് മാത്രം നമ്മൾ മുകളിൽ വരയ്ക്കുന്നുള്ളൂ. എല്ലാ ലെറ്റേഴ്സിനും അങ്ങനെ ആരോ മാർക്ക് ഇട്ടിട്ട് 1 2 3 കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ന്റെ അടുത്തുനിന്നായിരിക്കണം, അത് 2ലോട്ട് 3ലോട്ട് അങ്ങനെയാണ് നമ്മൾ ലെറ്റേഴ്സ് എഴുതി പഠിക്കേണ്ടത്. രണ്ടാമത് പാസേ ഫൽ. പാസേ ഫൽ. അപ്പോ ഫ എങ്ങനെയാ പലരും എഴുതുന്നത്? ഫ എഴുതുമ്പം ചിലവരെന്താ ചെയ്യുന്നറിയോ, ഫസ്റ്റ് ഒരു 1 വരയ്ക്കും. 1 വരച്ചിട്ട് അതിലൂടെ ഒരു S പോലെ എഴുതി വെക്കും. തെറ്റാണത്, അങ്ങനെ എഴുതരുത്. എങ്ങനെയാണ് ഫ എഴുതേണ്ടത്? നിങ്ങൾ അവിടെ നമ്പർ 1 എവിടെ ആയിട്ടിരിക്കുന്നു നോക്കിയേ, അതിലൂടെ ഒന്ന് കൈയോടിച്ചേ. ആ 1ലൂടെ വന്നു 2ലോട്ട് വന്നു, 2ന്ന് നേരെ 3 താഴോട്ട് വന്നു, 3ന്ന് സൈഡിലോട്ട്. ലിസൺ, ഇവിടെ കണ്ടോ നിങ്ങള്
ഫസ്റ്റ് ഈ നടുഭാഗത്തുനിന്ന് അല്ല എവിടെയാണ് ഇവിടെ ഇങ്ങനെ വന്നു, മുകളിലോട്ട് വന്നു, താഴോട്ട് വന്നു, മുകളിലോട്ട് വന്നു, ഇങ്ങനെയാണ് കേട്ടോ. ഒരു ലാസ്റ്റ് മുകളിൽ ഇവിടെ ഫസ്റ്റ് 1 2 3 ഉണ്ടോ? അതാണ്, അങ്ങനെ തന്നെ ഫ എഴുതണം, എങ്കിലേ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഫ സേ ഫൽ. ഫൽ മീൻസ് എന്താണ്? ഫ്രൂട്ട്സ്. അതിനാണ് ഫൽ എന്ന് പറയാം. ഫൽ ഫ്രൂട്ട്സ്, പൂൽ ഫ്ലവർ അല്ലേ? ഫ സേ ഫൽ പൂൽ ഒക്കെ പഠിച്ചിട്ടില്ല നമ്മള്? യുകെജിനെ പഠിച്ചു. പേജ് നമ്പർ 52. ബ സേ ബർഗദ്. ബ സേ ബർഗദ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബർഗദ്? നോ, കണ്ടിട്ടില്ല. ബനിയൻ ട്രീ കണ്ടിട്ടില്ല. അരയാല് കണ്ടിട്ടില്ല. നിങ്ങള് ആൽമരം ഉണ്ട്. മിസ്സൊക്കെ ഉണ്ടല്ലോ. മിസ്സൊക്കെ കുഞ്ഞതായിരിക്കുമ്പോ അവിടെ അമ്പലത്തിന്റെ അടുത്തൊക്കെയാണ് വീടുണ്ടാവുക. അപ്പം അവിടെ ആൽമരം ഉണ്ട്, വലിയ ആൽമരമാ. എന്നിട്ട് അതിനുണ്ടാവും ഇങ്ങനെ നൂല് പോലെ ഞാന്ന് കിടക്കുന്നുണ്ടാവും. അതിന്റെ ഒരു വള്ളി തൂങ്ങി കിടക്കുന്നുണ്ടാവും. ആ വള്ളിയെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടി കളിക്കും. നമ്മള് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. നല്ല രസമാണ് അത്. യുകെജിന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ഇപ്പൊ അങ്ങനെ അതിനൊന്നും ആരും സമ്മതിക്കില്ല. കാരണം നിങ്ങൾ വീഴും അല്ലേ? വീഴുന്ന് പറഞ്ഞ് വീണ കയ്യും കാലും ഓടിയും. അപ്പൊ അതിനൊന്നും സമ്മതിക്കില്ല ഇപ്പൊ. അതാണ്. ഇപ്പൊ ബർഗദ് മീൻസ് ബനിയൻ ട്രീ. അപ്പൊ അത് കണ്ടോ? ആ ആൽമരത്തിന് കണ്ടോ താഴോട്ട് കുറെ നൂല് പോലെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ടോ? അത് അതിന്റെ ആ വള്ളിയാണ്. നെക്സ്റ്റ് ഭവൻ. ഭവൻ മീൻസ് ഹൗസ്. ഭവൻ ഹൗസ്, വീട് അല്ലേ? ഇതാണ്. അപ്പൊ ഇതെന്താ? ഇതൊക്കെ നമ്മള് പെൻസിൽ കൊണ്ട് ഇതിന്റെ മുകളിലൂടെ എഴുതണം. അതൊക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് മാസേ മച്ഛലി. പേജ് നമ്പർ 53 മാസേ മച്ഛലി. മച്ഛലി ജൽ കി റാണി ഹേ. റൈം മറന്നോ നിങ്ങള്? ഇല്ല അല്ലെ? നമ്മൾ ആദ്യം പഠിച്ച റൈം അത്. ഓക്കെ, മറന്നിട്ടില്ല. മച്ഛലി ഉണ്ടോ? അതിന്റെ പ്രൊനൗൺസിയേഷൻ അവിടെ കൊടുത്തതുണ്ടോ? മച്ഛലി എന്ന്. മച്ഛലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷ്. അപ്പൊ മാ എന്ന ലെറ്റർ നിങ്ങൾ പെൻസിൽ കൊണ്ട് അതിന്റെ മുകളിൽ എഴുതുക. കണ്ടോ? നിങ്ങൾ മാ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കിയേ. 1 2 3 ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നു നോക്കിയേ. നിങ്ങൾ എഴുതുന്ന പോലെയാണോ? കൈവിരൽ ഓടിച്ചു നോക്കിയേ. 1 2 3 4. നിങ്ങൾ ഇങ്ങനെയാണോ എഴുതുന്നത്? നിങ്ങൾ മുകളിലോട്ട് വന്ന് താഴോട്ട് വന്ന് അങ്ങനെയൊക്കെ എഴുതാറുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, അങ്ങനെ എഴുതണം. ഇല്ലെന്നല്ല. മായ എഴുതുമ്പോ നമ്മള് ഫസ്റ്റ് ഇങ്ങനെ എഴുതി മുകളിലോട്ട് പോയി അതേപോലെ താഴോട്ട് വന്നു ലാസ്റ്റ് മുകളിൽ വരയ്ക്കുന്നു. ഷാമിലു നൈസ് ലിസൺ. താഴെ നോക്കിയേ. പ ഫ ബ ഹ മ. ഗോൾഫിന് എന്താ അവിടെ വരയ്ക്കുന്നേ? അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് പ ഫ ബ ഭ മ ഈ 5 ലെറ്ററും 5 വ്യഞ്ജനാക്ഷരവും നമ്മള് അവിടെ പഠിക്കുവാണ്. അപ്പൊ നോട്ട് ബുക്കില് നിങ്ങൾ ഇത് എഴുതണം. പ ഫ ബ ഭ മ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ താഴെ അതിന് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. നോട്ട് ബുക്കിലെ ഹോംവർക്ക് എന്താണ്? പേജ് നമ്പർ 51 പാസേ പതങ്ക്, പാസേ ഫൽ, ബാസേ ബർഗദ്, ഫാസേ ഭവൻ, മാസേ മച്ഛലി. ആ ലെറ്റർ എഴുതുക ഫസ്റ്റ്. അതിന് നേരെ ആ വേർഡ് എഴുതുക. നിങ്ങൾക്ക് ഒരു 3 പ്രാവശ്യമൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എഴുതിയാലും മതി. പക്ഷെ നോട്ട് ബുക്കിൽ അത് എഴുതിയിട്ടുണ്ടാവണം. ഇത്രയും നാള് നിങ്ങൾ എങ്ങനെയാ ചെയ്ത് അതുപോലെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ശബ്ദകോശ് നോക്കി. അവിടെ ശബ്ദകോശ്. പാസേ പലങ്ക്, പവൻ, പഹിയ. ലിസൺ. എന്താണ് ഒരു ഉഷാറില്ലാത്തത്? ഞാൻ വായിപ്പിക്കാം. ഒന്ന് പെട്ടെന്ന് എടുത്തു പോയിട്ട് നമ്മൾ വായിക്കാം കേട്ടോ. പാസേ നെയ്ജൽ. നെയ്ജലിന്റെ റേഞ്ച് പോയിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? പാസേ പലങ്ക്. വായിക്കാൻ അറിയാത്ത ഒരു പെൻസിൽ കൊണ്ട് അവിടെ അതിന്റെ പ്രൊനൗൺസ് എഴുതി വെക്കണം കേട്ടോ. പവൻ പഹിയ. പലങ്ക് എന്ന് പറഞ്ഞ ബെഡ്, പവൻ എയർ,
पहिया व्हील, फा से फली फलदार फलना, बा से बस बटन बतख, फा से भगत भय फला, मा से मडर मगरमच्छ महक. Vaishnav, what are you doing there? Don't write now. Vaishnav. മുഹമ്മദ് സാദ്, where are you going? ഇങ്ങനെ നടക്കുവാണ്, ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. മുഹമ്മദ് സാദ്, നിങ്ങൾക്കുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് വേണ്ട. നിങ്ങൾ റിട്ടേൺ എക്സാം ഫുൾ എഴുതിയിട്ടുണ്ട്, 40-ൽ 40 പക്ഷേ നിങ്ങളുടെ ആ 10 മാർക്ക് ഏതിനൊക്കെയാ വരുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലും അതുപോലെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയിട്ടും ഹോംവർക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 10 മാർക്ക് തരുന്നത് അല്ലേ? ഇപ്പൊ ഈ മുഹമ്മദ് സാദൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോ മിസ് നോട്ട് ചെയ്യും അല്ലേ? ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ മിസ് നോട്ട് ചെയ്ത് വെച്ചോടെ. നമ്മൾ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നത്. എല്ലാവർക്കും ഫുൾ മാർക്ക് വേണമെന്നില്ല ആഗ്രഹം അല്ലെ? 50 ഔട്ട് ഓഫ് 50 വേണം. പക്ഷെ ആ 10 മാർക്ക് കിട്ടുന്നത് ഇതിനൊക്കെയാണ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലേ മിസ് ഇവിടെ എഴുതി വെക്കും പേര്. അപ്പൊ 1 മാർക്ക് പോയാൽ 49 ആയി. വിഷമായോ? ആയി. ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഫുൾ എക്സാം എല്ലാം എഴുതിയിട്ടുണ്ട്, 40 മാർക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് 1 മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഇതാണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതിന്റെ കാരണം. ഓക്കെ, ഇലോൺ ഉല്ലാസ് വീഡിയോ ഓൺ ചെയ്യ്. അപ്പോ നമ്മുടെ പാ പ ബ പ മ എന്നുള്ള ആ പാഠഭാഗത്തെ വാക്കുകൾ പരിചയപ്പെട്ടു. ഇനിയിപ്പോ അതിന്റെ അഭ്യാസം നോക്കിയേ. അഭ്യാസ് പേജ് നമ്പർ 54. चित्र देखो और नाम का पहला वर्ण लिखो. वैष्णव, don't write now. Pencil down. Pencil വേണ്ട ഇപ്പോ. Okay, take page number 54. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്. ഫസ്റ്റ് നസീം മുഹമ്മദ്, അൺമ്യൂട്ട് ചെയ്തേ. ടീച്ചർ പറയുമ്പോ പെട്ടെന്ന് ചെയ്യുക കാര്യങ്ങള്. ഫസ്റ്റ് അഭ്യാസ് 1-ല് ചിത്ര ദേഖോവർ നാംക പഹല വർണ്ണ ലിഖോ അല്ലെ? അവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ശ്രദ്ധിക്കുക. അതിന്റെ പഹല വർണ്ണ ഫസ്റ്റ് ലെറ്റർ എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് പിക്ചർ ഈസ് നസീം മുഹമ്മദ്. മ്യൂട്ട് ചെയ്യല്ലേ വീണ്ടും. നസീം അൺമ്യൂട്ട്. ഓക്കെ, ഫസ്റ്റ് പിക്ചർ എന്താണ് നസീം? Do you know that? Godwin, first picture. What is the first picture? Ma. Ma. No, picture name. Say picture name. ആ പിക്ചറിന്റെ നെയിം എന്താണ്? മാ എന്തിനാ അവിടെ വന്നത്? മാ ചേർത്തുള്ള ഒരു വാക്കാണെന്നത് അറിയാം അല്ലെ? മാ എന്താണത്? മട്ടർ എന്നാണ് നമ്മൾ പീസിന് പറയാം. പയറാണ് അതല്ലേ? ബീൻസ് ആണത്. അപ്പൊ മട്ടർ എന്നാണ് ആ വാക്ക് വരുന്നത്. മട്ടർ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ മാ. നെക്സ്റ്റ് ഓക്കെ, സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ടി വി. നെക്സ്റ്റ് പിക്ചർ എന്താണ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? അവിടെ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ? സിദ്ധാർത്ഥ് അൺമ്യൂട്ട് ചെയ്യൂ. സിദ്ധാർത്ഥ്, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാത്തവരൊക്കെ ഞാനിപ്പോ പിടിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ്, അവിടെ ബെഡ് കൊടുത്തിട്ടുണ്ട്. ബെഡിന് എന്താണ് നമ്മൾ ഹിന്ദി നെയിം? ബെഡിന് നമ്മളെ UKG പഠിച്ചല്ലേ, പക്ഷെ മറന്നുപോയി. പലങ്ക് എന്നാണ് നമ്മൾ പറയാ. പതങ്ക് കൈറ്റ്, പലങ്ക് ബെഡ് ആണ്. അപ്പം
Pa se palang. അപ്പൊ അവിടെ എന്താ എഴുതണ്ടേ? Write the letter pa. Write pa. Okay, next Diona. What is the next picture, Diona? അവിടെ വീൽ കൊടുത്തിട്ടുണ്ടല്ലേ? സോറി, വീലല്ല, ബട്ടൺ. ബട്ടൺ നമ്മൾ ഹിന്ദിയിൽ എന്താണ് പറയാ? ബട്ടൺ തന്നെ. ബട്ടൺ അല്ല, ബട്ടൺ. ബട്ടൺ. അപ്പം which is the first letter, Diona? Ba. Ba. Very good. Then write ba. Muhammad Saad. Which is the next picture? അവിടെ ഹൗസിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹൗസിന് എന്താണ് നമ്മൾ ഹിന്ദിയിൽ പറയാ? പഠിച്ചത് പറ. ഭവൻ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? വെരി ഗുഡ്. റൈറ്റ്. ഭ. ഏത് ഭായാണ്? നാലാമത് എഴുതുന്ന ഭായാണ്. പ ഫ ബ ഭ. നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ലേ? ഭ. ഭ സെ ഭവൻ. ഓക്കെ. അന്ന ഗ്രേസ്. നെക്സ്റ്റ് പിക്ചർ. ഫൽ. ഫല്ലാണ് അല്ലെ? ഫ്രൂട്ട്സ് ആണ് ഇവിടെ. അപ്പൊ ഫൽ. ഫസ്റ്റ് ലെറ്റർ. ഫ്രൂട്ട്സ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് നോക്ക്. എടാ ഇത് ശ്രദ്ധിക്കുന്നത് എന്താ പറയല്? ഫ്രൂട്ട്സിന് എന്താ? ഫായാണ്. ഫല്ലിന് ഫസ്റ്റ് ലെറ്റർ വരുമ്പോ ഫായാണ്. റൈറ്റ്. ഫ. ഓക്കെ. ലാസ്റ്റ് വൺ. ഇഷാൻ. ലാസ്റ്റ് വൺ എന്താണ്? പഹിയ. പഹിയ. വീലാണ്, ചക്രം. പഹിയ. ഫസ്റ്റ് ലെറ്റർ ഈസ് പ. ओके. नेक्स्ट नंबर 2. वर्णों को उनसे बने शब्द के पहले वर्ण से मिलावो. എന്താണ്? അവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ വർണ്ണം കൊടുത്തിട്ടുണ്ട്, ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് മിലാവോ എന്നാ പറയുന്നത്. എന്താണ്? മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അതിന്റെ പഹല വർണ്ണം കൊടുത്തിട്ടുണ്ട്, വേർഡ്സും കൊടുത്തിട്ടുണ്ട്. പാസെ പവൻ. ഫാസെ എന്താണ്? ഏഞ്ചൽ. ഫാസെ ഏതിലോട്ടാ മാച്ച് ചെയ്യുന്നത്? ഫൽ. വെരി ഗുഡ്. ആദൽ. നെക്സ്റ്റ് ബാസെ. ബക്കരി. ബാസെ ബക്കരി. ബക്കരിയിലോട്ട് മാച്ച് ചെയ്യാം. സർഗ. നെക്സ്റ്റ് ഫാസെ. ഭൈ. ഭൈ. ഭൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ നോക്കിയേ. ഭൈ. ഭൈ എന്ന് പറഞ്ഞ എന്താണ്? ഭയം, പേടി. അവേദ്യ. മാസെ. മാസെ മച്ചിലി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് നമ്പർ 3. സമാൻ വർണ്ണ പർ ഗോള ലഗാവോ. എന്താണ്? സമാനമായ സെയിം ലെറ്ററിന് നമ്മൾ ഗോളം വരയ്ക്കണം എന്നാ പറയുന്നത്, സർക്കിൾ കൊടുക്കണം എന്നാ പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ കുറെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? മ, ബ, ഭ, ഫ, പ, ഫ. റൈറ്റ് സൈഡിൽ നോക്കിയേ. എന്താണ്? പ, ഫ, ബ, ഭ, മ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഈസ് ഓൾറെഡി ഗിവൺ. മ അതേ സെയിം ലെറ്ററിന് സർക്കിൾ കൊടുത്തു. രണ്ടാമത് ബാസെ. സോറി, ബാസേനോ. ബാ. ഈ സെയിം ലെറ്റർ ഇവിടെ ഉണ്ടോ രണ്ടാമത്തെ റോയില്? അതിന് സർക്കിൾ കൊടുക്കുക. മൂന്നാമത് കാണുന്ന ഫ. സെയിം ലെറ്റർ നടുഭാഗത്തുണ്ട് അല്ലെ? പ. സെയിം ലെറ്ററിന് സർക്കിൾ കൊടുക്കുക. ഫ. അതേപോലെ ചെയ്യാം. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള സെയിം ലെറ്റർ റൈറ്റ് സൈഡിലുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിലുള്ളതിന് സർക്കിൾ ചെയ്യുക. ചെയ്തോ എല്ലാവരും?
Okay, very good, very good. Okay, very good. Next period. നമുക്ക് ഒരു പീരീഡ് കൂടെ ഉണ്ട് അല്ലേ? നെക്സ്റ്റ് പീരീഡ് ആകുമ്പോ ചെറിയൊരു ഡിറ്റേഷൻ ഇടും ഞാൻ. Are you ready for the dictation? Yes. Okay, very good, very good. നല്ല കുട്ടികളാ. എന്താണെന്നറിയോ ഡിറ്റേഷൻ ഇടുന്നേ? 5 words only. എന്താണ്? പിന്നെ വ്യഞ്ജനം ഇടും. പ, ഫ, ബ, ഭ, മ. ഈ 5 ലെറ്റേഴ്സ് ഇല്ലേ അതിടും. പിന്നെ പാസേ പതങ്ക് ഫൽ, പിന്നെന്താണ് ബർഗത് ഭവൻ മച്ചലി. ഈ 5 വേർഡ്സ് ഞാൻ ഡിറ്റേഷൻ ഇടും വെറുതെ. മാർക്ക് കുറഞ്ഞു പോയാൽ നിങ്ങൾ വിഷമിക്കണം. ഇപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? നിങ്ങൾ അടുത്ത പീരീഡ് ആകുമ്പോഴേക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ ലെറ്റേഴ്സിലെ മുകളിലൂടെ പെൻസിൽ കൊണ്ട് എഴുതാൻ പറഞ്ഞില്ലേ, അത് എഴുതിയിട്ട് ഹോംവർക്ക് ചെയ്യണം. അപ്പൊ പ, ഫ, ബ, ഭ, മ എന്നുള്ളത് ഡിറ്റേഷൻ ഇടുമ്പോ ഈസി ആയി. ഈ 5 വേർഡ്സും ഒന്ന് വെറുതെ റഫ് ബുക്കിൽ ഒന്ന് എഴുതി നോക്കുക. നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്ക് റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് അതിപ്പോ എഴുതാനല്ല, ഹോംവർക്ക് ആണ്. നെക്സ്റ്റ് വീക്കിലേക്ക് റെഡിയാക്കിയാൽ മതി. പക്ഷെ എഴുതി കാണിക്കണം എന്ന്. ഈ ശബ്ദകോശില്ലേ പേജ് നമ്പർ 3 എന്നുള്ള ആ പേജിലുള്ള ഈ വാക്കുകൾ ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഇന്ന് തന്നെ എഴുതണമെന്നൊന്നും പറയുന്നില്ല, സമയം കിട്ടുമ്പോൾ നിങ്ങൾ അത് എഴുതിയെടുക്കുക. ഇപ്പം പേജ് നമ്പർ 54 വർക്കൊക്കെ ക്ലാസ്സിൽ നിന്ന് തന്നെ ചെയ്തു. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വരുന്നില്ല. അപ്പൊ ഹോംവർക്ക് ആയിട്ട് വന്നത് ഇതേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് പിന്നെ നോട്ട് ബുക്കിൽ എഴുതാനുള്ളത്. ക്ലാസ് ടെസ്റ്റ് ഇപ്പൊ അടുത്ത പീരീഡിലേക്ക് അത് റെഡിയാവും. ഇതൊന്ന് വായിപ്പിക്കാലോ രാത്രി? നോട്ട്ബുക്കിലേക്ക് അത് ഇത് മറ്റേ ആദ്യം പഠിച്ചില്ലേ? Okay. Number 51. പാസേ പതങ്ക് പാസേ പൽ. എടുക്കുന്നുണ്ട്. പിന്നെ തുണി ഒന്നുമില്ല. പാസേ ഫൽ, പാസേ ബർഗർ, ബർഗർ, ബർഗത്, ഭവൻ, ഭവൻ, മച്ചലി. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് റോസ്, ഇത് തന്നെയാണ് എല്ലാവരും വായിക്കേണ്ടത്. ഈ വേർഡ്സ് മാത്രം വായിക്കേണ്ടത്. ആൻഡ് റോസ് ജിയോ? ഇതെന്തോ ആക്കണ്ടേ? മേലെ അമ്മ. അപ്പൊ അമ്മ എങ്ങനെയാണ്? ബർഗർ, വെരി ഗുഡ്. അതിന് ചെറിയ ഊറിട്ട് ഇവിടെ വന്ന് ഇപ്പണ്ട്. ഓക്കെ. അങ്ങനെ പറ. മച്ചലി. വെരി ഗുഡ്, വെരി ഗുഡ്. സമജ്ഞ എന്താണ് പഠിച്ചിട്ട് കാണുന്നു? ആരാണ് അൺമ്യൂട്ട് ആയിരിക്കുന്നത്? ഭയങ്കര സൗണ്ട്. റീഡ് ഫാസ്റ്റ്. പാസേ പദം, പാസേ ഫൽ, പാസേ ബർഗർ, പാസേ ഭവൻ, മാസേ മച്ചലി. സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ടി വി.
फा से फा से पदम, फा से पतंग, फा से फा से फल, फा से फल, बा से बरगद, बा से बर्गर, बर्गर അല്ല ട്ടോ ബർഗദ്. बरगद बरगद, ആ ഫാ से भवन, फा से भवन, മാ से मछली. मा से मछली. Very good, very good. Diona, why are you crying? എന്താണ് വായിക്കാൻ പറഞ്ഞേനാ. എന്തിനാണ് സങ്കടം? കരയാതെ വായിക്കാൻ പറഞ്ഞേനാ. വായിക്കാൻ പറഞ്ഞല്ലേ? വായിക്കാൻ പറഞ്ഞാൽ മാത്രമായിരിക്കില്ല, മിക്കവാറും അടിയും പൊട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടിയാ അല്ലേ പേരൻസ്? അവര് വായിച്ചോളുന്നേ, നിങ്ങൾ അങ്ങനെ അടിക്കൊന്നും ചെയ്യല്ലേ. കുഞ്ഞുങ്ങൾ കരയുമ്പോ ഒരു വിഷമം പോലെ. അമ്മയോട് മിണ്ടണ്ട കേട്ടോ. നമ്മൾ എന്നാലേ വായിക്കുന്നതിന് വോയിസ് മിസ്സിന് ഇട്ട് തരണേ കേട്ടോ. സങ്കടം തീരട്ടെ. ദൃശ്യ फा से पतंग, फा से फल, बा से बरगद, ഫാ से भवन, बा से बवन, മാ से मछली. मा से मछली. വെരി ഗുഡ്, വെരി ഗുഡ്. അമ്ന ഫാത്തിമ. ഇപ്പം ബാക്കിയുള്ളവരോട് ആ ടെക്സ്റ്റ് ബുക്കിൽ ആ വർക്കൊക്കെ അവിടെ എഴുതി വെക്കാൻ പാടില്ല ഇപ്പോ. അമ്ന ആ പാസേ പതങ്ക്, फा से फल, फा से बर्गर, ബർഗദ്, ഫാ से भवन, मछली. മച്ഛലി. ഓക്കെ, വെരി ഗുഡ്. ഋതുദേവ്. पा से पतंग, फा से फल, बा से बरगद, बा से भवन, मा से मछली. വെരി ഗുഡ്. കാശിനാഥ്. അൺമ്യൂട്ട് ആവുന്നില്ലേ? फा से पतंग, फा से फल, बा से बरगद, बा से भवन, मा से मछली. വെരി ഗുഡ്, വെരി ഗുഡ്. ധനലക്ഷ്മി. बा से पतंग, फा से फल, बा से बरगद, बा से भवन, मा से मछली. മാ से മച്ഛലി. ഇന്ന് മച്ഛലി ഉണ്ടോ വീട്ടില് കറി വെക്കാൻ? ഉണ്ട്. കൃഷ്ണ. അമ്മേനെ വിളിക്കണ്ട, അൺമ്യൂട്ട് ചെയ്തോളൂ വേഗം. അപ്പൊ അമ്മ വരട്ടെ. ഇഷാൻ, അമ്മ വന്നോ? ആ ഓക്കെ. റീഡ് ഫാസ്റ്റ്. फा से पतंग, फा से फल है ना के फा से फल, फा से बरगद, फा से भवन, फा से भवन, फा से मछली. मा से मछली. വെരി ഗുഡ്, വെരി ഗുഡ്. ഇഷാൻ. फा से पतंग, फा से फल, बा से बरगद, बा से भवन,
माँ से मछली വെരി ഗുഡ്. നസീം മുഹമ്മദ് വായിച്ചോ? വായിച്ചു ഫസ്റ്റ് അല്ലേ? വായിച്ചതല്ലേ നസീം? ഇല്ല. पा से पतंग പതങ്ക്. पतंग फा से फल बा से बर्गर ബർഗർ. ഹാ സേ ഭവൻ. बा से भवन മാ സേ माँ മച്ചി. से मछली നസീം നന്നായിട്ട് വായിക്കണം കേട്ടോ, എങ്കിലേ കിട്ടുള്ളൂ. ദേവപ്രിയ. पा से पलंग पतंग पा से पलंग ഫൽ. ഫാ സേ ഫൽ. का ബാ സേ ബർഗദ്. पा से बरगद पा से भवन माँ से मछली വെരി ഗുഡ്. ഭവിക, നിങ്ങൾ സ്പീഡിൽ വായിച്ച ബാക്കി കൂട്ടുകാരെയും കൂടെ വിളിക്കാൻ സമയമുണ്ടാവും. ഇനി 1 മിനിറ്റേ ഉള്ളൂ. നെക്സ്റ്റ് പീരീഡ് നമുക്ക് വായിക്കാം അല്ലേ? ഓക്കെ. पा से पलंग पा से पतंग पा से फल बा से बरगद पा से भवन माँ से मछली വെരി ഗുഡ്, വെരി ഗുഡ്. Then next period you will have class test. എന്താണ് ക്ലാസ് ടെസ്റ്റ്? ചെറിയൊരു ഡിക്റ്റേഷൻ പോലെ കേട്ടോ. പാ ഫ ബ ഫ മ. പിന്നെ ഈ വാക്കുകൾ കേട്ടോ, നമുക്കൊന്ന് എഴുതി നോക്കാം വെറുതെ. ആരാണ്? ഏഞ്ചൽ. ഏഞ്ചൽ എന്നെ എന്തിനാ വിളിച്ചത്? കുറച്ച് പേര് നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. നെക്സ്റ്റ് പീരീഡ് ബാക്കിയുള്ളവർ വായിപ്പിക്കാം കേട്ടോ. ഏഞ്ചൽ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. ഇനി നമുക്ക് സമയം കഴിഞ്ഞു മോനെ. ഏഞ്ചലിനെയും കൂടെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഏഞ്ചൽ അൺമ്യൂട്ട് ആണല്ലോ. Then read fast. വായിക്കാനല്ലേ? पतंग फा से फल बा से बरगद बा से भवन माँ से मछली Very good, very good. Okay. Then see you next period. All of you ready for the class test? Then bye bye. See you.